ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇന്ന് ക്രോഷിയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ കരിയിൽ തന്നെ പ്ലാസ്റ്റിക് കവേഴ്സ് കിട്ടുന്നവരൊക്കെ ചിലവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി നമുക്കിപ്പോൾ ഒരു സ്റ്റോറേജ് ഉണ്ടാക്കാം. അത് ഈസിയാണ്. ഫസ്റ്റ് തന്നെ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ ബോക്സ് കിട്ടുമല്ലോ, അല്ലെ ബോക്സ് മാത്രം മതി, ടിഷ്യൂ പേപ്പർ ഒന്നും വേണ്ട. എനിക്ക് തീർന്നായിരുന്നു. എന്നിട്ട് അവിടുത്തെ ഈ പ്ലാസ്റ്റിക് അതൊന്ന് കട്ട് ചെയ്ത് കളയാം. നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കൈ വെച്ച് നിരത്തി കളഞ്ഞാലും മതി. പ്ലാസ്റ്റിക് കവർ ഇങ്ങനെ ഇളക്കി കൊടുത്ത് കളയുന്ന ഇങ്ങനെ കിട്ടും. എന്നിട്ട് ക്രോഷി ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടായിരുന്നു. എനിക്ക് ഇത്രയും കളേഴ്സാണ് ഉള്ളത്. ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു ക്രോഷി ചെയ്തത്. അപ്പോൾ പെട്ടെന്ന് ഞാൻ ചെയ്തപ്പോൾ സ്മോളാണ് വെച്ചത്. ഇതിനകത്തോട്ട് ഇതിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കണം കേട്ടോ. വെക്കണം. എന്നിട്ട് നമ്മൾ ചെയ്ത് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഈ സാധനം എടുത്ത് ഈ സൈഡിലോട്ട് വെക്കാം. നമുക്ക് മാറ്റി വെക്കണം. ഇന്ന് നമ്മൾ സൂക്ഷിച്ച് വെച്ചാൽ മതി. എന്നിട്ട് നോർമലായിട്ടൊക്കെ ചെയ്താൽ മതി. ഇതെടുത്ത് നമ്മൾ ടൂളെടുത്ത് മണ്ടയ്ക്ക് ഇടണം. ഇനി എനിക്ക് അതിൻ്റെ പൂള കിട്ടിയതാണ്. ഈ എടുക്കാനും ഇച്ചിരി മെറ്റീരിയൽസൊക്കെ ഉണ്ട്. നമുക്ക് ഈ 2 ഐറ്റംസേ ഉള്ളൂ കേട്ടോ. ഒന്ന് ഇതാണ്, ഒന്ന് ഇത്. ഇതിൻ്റെ ഇച്ചിരി ഏറെ ഉണ്ട്. എന്നിട്ട് അത് നമ്മളിങ്ങനെ വെക്കണം. ഇത്രേ ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് സൈഡിലേക്ക് വെച്ചാൽ മതി. ഇങ്ങനെ നമുക്ക് സ്റ്റോറൊക്കെ ചെയ്ത് വെക്കാം. ഇങ്ങനെ ഇട്ട് ആവശ്യമുള്ളപ്പോൾ നമുക്കിങ്ങനെ എടുക്കാം കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ ടൂൾസ് ആയാലും നമുക്ക് പെട്ടെന്ന് എടുക്കാം. എന്നിട്ട് അടുക്കി ഒന്ന് വെച്ച് കൊടുക്കണം. പിന്നെ ടൂളൊക്കെ അടുക്കി വെക്കണം. ഇനി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വേണം. നിങ്ങളൊക്കെ പേര് കമൻറ്റ് ചെയ്യാം. ഇനി അടുത്ത വീഡിയോ എന്തായാലും എമീറ്റിംഗ് ചലഞ്ച് ആയിരിക്കും. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നത്. ബൈ ഫ്രണ്ട്സ്.